ഹലോ, നമുക്കിന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് കാണാം കേട്ടോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഒരു പണിയും ചെയ്യുന്നില്ല കേട്ടോ, ഫുള്ള് AI ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പ്രോംപ്റ്റ് കിട്ടായിട്ടൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറേ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നേരത്തെ കൊടുത്ത ഫോട്ടോയിൽ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ബോയിനെ റിമൂവ് ആക്കാൻ പറഞ്ഞാൽ അങ്ങനെ ആക്കും. കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് തരും. എല്ലാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഗാലറിയിൽ കുറച്ച് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ലോ, പ്രോംപ്റ്റൊക്കെ കാണുമല്ലോ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ നേരെ പോവേണ്ടത് നമ്മുടെ വാട്സപ്പിലേക്കാണ് കേട്ടോ. വാട്സപ്പ് എടുത്ത് ഇതിലായി അതിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ ഷെയർ ചെയ്യാം. നമ്മൾ ആ സ്ക്രീൻഷോട്ട്, പ്രോംപ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അയക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് AI അതിൻ്റെ കോപ്പി പേസ്റ്റ് രൂപത്തിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്ന പോലെ അയച്ചു തരും. അപ്പോൾ നമ്മളത് കോപ്പി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ജെമിനിയിൽ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നാൽ നമ്മൾ മേലെ ആ 3 ഡോട്ടിൽ തൊട്ടിട്ട് മെസ്സേജ് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിൾ എടുക്കുക. ഇനി നമ്മളവിടെ ഗൂഗിൾ ജെമിനി AI സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മേലെ വരുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വരും കേട്ടോ. അതിൽ ആ താഴത്ത് ആസ്ക് ജെമിനി എന്നുള്ളതിൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ അപ്ലോഡ് ഫയൽസിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് കടക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ട് കപ്പിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ ഫോട്ടോയും വേണം. അത് 2 പേര് ഒരുമിച്ചുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടുള്ള ഫോട്ടോയാണെങ്കിൽ 2 ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ കോപ്പി ചെയ്തിട്ടുള്ളത് ആസ്ക് ജെമിനി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഫോട്ടോ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആ പ്രോംപ്റ്റുകൾ കിട്ടിയിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് പ്രോംപ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് അറിയാത്തവർക്കും അല്ലെങ്കിൽ അത് കുറച്ച് ടൈപ്പ് ചെയ്ത് ഇതാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ പ്രോംപ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കാട്ടുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ഫോട്ടോ നന്നായിട്ട് തോന്നിയില്ല. വേറൊന്നുമില്ല, അതിൽ ചാളൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ടൈപ്പ് ചെയ്യാത്ത അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ്. നമ്മൾ ആ ഒരു ഹിജാബികൾ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്ത് ചെയ്താൽ അതുപോലെ ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാനപ്പോൾ ഡൗൺലോഡ് ചെയ്തില്ല. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു ഓർമ്മയും എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്നുമില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോംപ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോളൂ കേട്ടോ. പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോയ് ഗേൾ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾ ഫോട്ടോ ആവും കേട്ടോ. അപ്പോൾ അതിൽ 2 പേരുടെയും ഫോട്ടോ കൊടുക്കുക. അത് ഞാൻ പറഞ്ഞ പോലെ 2 പേരുടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ 2 ഫോട്ടോ വേറെ വേറെ ഉള്ളത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. അല്ലാതെ സിംഗിൾ ഫോട്ടോയും ഇതിലുണ്ടാവും. അതിലുള്ളത് നിങ്ങൾ സിംഗിളായിട്ടുള്ള ഫോട്ടോസും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ.